സ്ത്രീ സമത്വം എന്നാൽ ലിംഗത്തിന്റെ പേര് പറഞ്ഞ് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, അവസരങ്ങൾ അല്ലെങ്കിൽ ബഹുമാനം നിഷേധിക്കപ്പെടരുത് എന്ന വിശ്വാസമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നാൽ ഒരു സ്ത്രീക്ക് സമൂഹത്തിന്റെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന്റെ കെട്ടുപാടുകളില്ലാതെ തന്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം രൂപപ്പെടുത്താനുള്ള അവകാശമാണ്. 2018 ശബരിമല വിധി സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം ഉറപ്പാക്കി. പക്ഷേ ആ വിധി ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. കേരളത്തിൽ കുടുംബശ്രീ പോലെയുള്ള സംരംഭങ്ങൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വഴിയൊരുക്കി. എന്നാൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തൽ നേരിടുന്നു. ഈ കഥ നിന്റെയും എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. അതിൻ്റെ അവസാനം എഴുതേണ്ടത് നമ്മളാണ്, നീതിയുടെ, സമത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മഷിയാൽ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു പഴയ ഗ്രാമത്തിലാണ്, ഒരു നദിയുടെ തീരത്ത്, പഴമയുടെ മണമുള്ള ഒരിടത്ത്. അവിടെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മണ്ണിൽ തൊടുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വയലിലേക്ക് നടന്നു. അവർ ഒരുമിച്ച് വിത്ത് വിതച്ചു, ഒരുമിച്ച് വിളവെടുത്തു, ഒരുമിച്ച് ചിരിച്ചു. ലിംഗമോ ജാതിയോ അവരെ വേർതിരിച്ചില്ല. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങവേ മനുഷ്യൻ്റെ മനസ്സിൽ അധികാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു. പുരുഷന്മാർ മുന്നോട്ട് നടന്നു, സ്ത്രീകൾ പിന്നിലേക്ക് തള്ളപ്പെട്ടു. എന്നാൽ ഈ തള്ളിനത്തലിനെതിരെ ഒരു ശബ്ദമുയർന്നു, സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, നീതിയുടെ ശബ്ദം. ഇതാണ് സ്ത്രീ സമത്വത്തിൻ്റെ കഥ. ഇത് സ്ത്രീകളുടെ മാത്രം കഥയല്ല, ഇത് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും തുല്യതയുടെ കഥയാണ്. നമുക്ക് ഈ യാത്രയിലേക്ക് ചരിത്രത്തിൻ്റെ പാതകളിലൂടെ, ഉദാഹരണങ്ങളുടെ വെളിച്ചത്തിലൂടെ, ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഒരുമിച്ച് നടക്കാം. സ്ത്രീ സമത്വം എന്നാൽ ലിംഗത്തിന്റെ പേര് പറഞ്ഞ് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, അവസരങ്ങൾ അല്ലെങ്കിൽ ബഹുമാനം നിഷേധിക്കപ്പെടരുത് എന്ന വിശ്വാസമാണ്. ഇത് വെറുമൊരു നിയമമോ മുദ്രാവാക്യമോ അല്ല, ഇത് മനുഷ്യത്വത്തിന്റെ കാതലാണ്. ഒരു സ്ത്രീക്ക് പുരുഷൻ ലഭിക്കുന്ന അതേ സ്വാതന്ത്ര്യവും അവസരവും സുരക്ഷയും ലഭിക്കണം. അതുപോലെ ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇന്റർസെക്സ് തുടങ്ങിയ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും തുല്യമായ ബഹുമാനത്തോടെ ജീവിക്കാൻ അർഹരാണ്. സമത്വം എന്നാൽ തുല്യത മാത്രമല്ല, അത് നീതിയാണ്. ഒരു സ്ത്രീക്ക് തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള അവകാശം, തൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, തൻ്റെ ശബ്ദമുയർത്താനുള്ള ധൈര്യം, ഇവയെല്ലാം സ്ത്രീ സമത്വത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നാൽ ഒരു സ്ത്രീക്ക് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിൻ്റെ കെട്ടുപാടുകളില്ലാതെ തൻ്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം രൂപപ്പെടുത്താനുള്ള അവകാശമാണ്. ഇത് ശാരീരിക, മാനസിക, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സ്വാതന്ത്ര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള പൂർണ്ണ അവകാശം, വിവാഹം, മാതൃത്വം, വസ്ത്രധാരണം, യാത്ര, ഇവയെല്ലാം തൻ്റെ തീരുമാനത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഒരു സ്ത്രീക്ക് അവകാശമുണ്ട്. 2018 ഇന്ത്യയിലെ സുപ്രീം കോടതി സ്വവർഗ വിഭാഗത്തിൻ്റെ ശിക്ഷാ നടപടികൾ റദ്ദാക്കിയപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വന്തം അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. മലാല യൂസഫ്സായി താലിബാന്റെ ഭീഷണികൾക്കിടയിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംസാരിച്ചു. ഒരു പുസ്തകവും പേനയും എൻ്റെ ആയുധമാണ് എന്നവൾ പറഞ്ഞു. 2014 അവൾ നോബൽ സമ്മാനം നേടി. കേരളത്തിലെ കുടുംബശ്രീ 40 ലക്ഷം സ്ത്രീകളെ സ്വയം തൊഴിൽ ചെയ്യാനും സാമ്പത്തികമായി സ്വതന്ത്രരാക്കാനും സഹായിച്ചു. 2018 ശബരിമല വിധി സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം ഉറപ്പാക്കി. പക്ഷേ ആ വിധി ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഭരണത്തിൽ പങ്കാളിയാവാനും നയങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അവകാശം. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആൻഡർ 2020 തൻ്റെ ഭരണത്തിലൂടെ ലോകത്തിന് മാതൃകയായി. കോവിഡ് പ്രതിസന്ധിയെ നേരിട്ടതും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടപടിയെടുത്തതും സ്ത്രീകൾക്ക് ഭരണത്തിൽ തുല്യ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തെളിയിച്ചു. നമുക്ക് ചരിത്രത്തിൻ്റെ പൊടിപിടിച്ച പാതകളിലേക്ക് ഒരു യാത്ര പോകാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പുരാതന കാലത്ത് സ്ത്രീകൾക്ക് ബഹുമാനവും അധികാരവും ഉണ്ടായിരുന്നു. ക്ലിയോപാട്ര ഒരു രാജ്ഞിയായി ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്ന് നയിച്ചു. അവളുടെ ബുദ്ധിയും നേതൃത്വവും ലിംഗത്തിനപ്പുറമായിരുന്നു. ഇന്ത്യയിലെ ഋഗ്വേദ കാലത്ത് ഗാർഗി, ലോപാമുദ്ര തുടങ്ങിയ സ്ത്രീ പണ്ഡിതർ തത്വചിന്തയിൽ പുരുഷന്മാരോട് വാദപ്രതിവാദം നടത്തി. സത്യമന്വേഷിക്കാൻ ലിംഗം തടസ്സമല്ല എന്ന് അവർ കാണിച്ചു കൊടുത്തു. പക്ഷേ സമൂഹങ്ങൾ സങ്കീർണമായപ്പോൾ പുരുഷാധിപത്യം ശക്തമായി. സ്ത്രീകളെ വീടിനുള്ളിലേക്ക് ഒതുക്കി. അവരുടെ ശബ്ദം നിശബ്ദമാക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി. എന്നാൽ ഈ സ്വാതന്ത്ര്യം പുരുഷന്മാർക്ക് മാത്രമായിരുന്നു. ഒളിമ്പെ ഡി ഗുഷ് സ്ത്രീകളുടെ അവകാശ പ്രഖ്യാപനം എഴുതി. പുരുഷന് അവകാശമുണ്ടെങ്കിൽ സ്ത്രീക്ക് എന്തുകൊണ്ട് എന്നവർ ചോദിച്ചു. 19-ാം നൂറ്റാണ്ടിൽ സെനഗ ഫാൾസ് കൺവെൻഷനിലൂടെ എലിസബത്ത് കാൻഡി സ്റ്റാൻഡൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ആവശ്യപ്പെട്ടു. 1920 അമേരിക്കയിലെ 19-ാം ഭേദഗതിയിലൂടെ സ്ത്രീകൾക്കന്ന് വോട്ടവകാശം ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിൽ രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കാൻ വേണ്ടി പോരാടി. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വിധവാ വിവാഹം നിയമവിധേയമാക്കി. സാവിത്രിബായ് ഫൂലെ പെൺകുട്ടികൾക്കായി സ്കൂൾ തുറന്നു. വിദ്യാഭ്യാസം സ്ത്രീയുടെ ആദ്യ ചുവടാണ് എന്നവർ പറഞ്ഞു. കേരളം മരുമക്കത്തായ വ്യവസ്ഥയിലൂടെ സ്ത്രീകൾക്ക് സ്വത്തവകാശവും കുടുംബത്തിൽ പങ്കും നൽകി. എന്നാൽ ഈ സ്വാതന്ത്ര്യം പലപ്പോഴും പുരുഷന്മാർക്ക് കീഴിലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചാന്നാർ ലഹളയിലൂടെ താഴ്ന്ന ജാതീയ സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി പോരാടി. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടേതാണ് എന്ന് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും വ്യക്തികളുടെ ധൈര്യത്തിൻ്റെ കഥകൾ കൂടിയാണ്. 2025 ലോകമേറെ മാറിയിരിക്കുന്നു. എന്നാൽ സ്ത്രീ സമത്വവും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും പൂർണ്ണമായി നേടിയിട്ടില്ല. വിദ്യാഭ്യാസവും തൊഴിലും 60% രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ വിദ്യാഭ്യാസം ലഭിക്കുന്നു. എന്നാൽ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ 24% കുറവ് വേതനമാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ ആഗോള പാർലമെൻറ്റുകളിൽ 26% മാത്രമാണ് വനിതാ പ്രാതിനിധ്യം. ഒരു സ്ത്രീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആക്രമണം നേരിടുന്നു.
ട്രാൻസ്ജെൻഡർ ക്വിയർ വ്യക്തികൾക്ക് നേരെയുള്ള ഹേറ്റ് ക്രൈം വർദ്ധിക്കുന്നു. 2021 ഇറാനിലെ ഹിജാബ് സമരം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. എന്നാൽ ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. 86% സ്ത്രീകൾ സാക്ഷരരാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ പിന്നിലും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനം നേടുന്നു. 27% സ്ത്രീകൾ മാത്രമാണ് തൊഴിൽ ശക്തിയിൽ മുന്നിലുള്ളത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് 10% തൊഴിലവസരങ്ങൾ മാത്രമാണുള്ളത്. സ്ത്രീധനം, പെൺഭ്രൂണഹത്യ, ബാലവിവാഹം തുടങ്ങിയവ ഇപ്പോഴും നിലനിൽക്കുന്നു. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിനെ നേരിടുന്നു. 2005 ഗാർഹിക പീഡന നിരോധന നിയമം, 2013 ലൈംഗിക പീഡന നിരോധന നിയമം, 2019 ട്രാൻസ്ജെൻഡർ ആക്ട് എന്നിവ സ്ത്രീകളുടെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. കേരളം 92% സ്ത്രീ സാക്ഷരതയോടെ ഇന്ത്യയിൽ മുന്നിലാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും പൂർണ്ണമായ സമത്വമില്ല. 80% ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ്. 22% മാത്രമാണ് തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 3 വനിതാ വൈസ് ചാൻസലർമാർ മാത്രം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് രാഷ്ട്രീയ പങ്കാളിത്തം ഒരു വിദൂര സ്വപ്നമാണ്. കേരളത്തിൽ കുടുംബശ്രീ പോലെയുള്ള സംരംഭങ്ങൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വഴിയൊരുക്കി. എന്നാൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തലിനെ നേരിടുന്നു. 2023 കേരളം ട്രാൻസ്ജെൻഡർ പോളിസി അവതരിപ്പിച്ചെങ്കിലും അതിൻ്റെ നടപ്പാക്കൽ മന്ദഗതിയിലാണ്. നമ്മുടെ കഥ എവിടെ അവസാനിക്കുന്നില്ല. സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ഇപ്പോഴും ഒരു യാത്രയാണ്. ഓരോ ദിവസവും പുതിയ ശബ്ദങ്ങൾ വരുന്നു. ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി തൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിക്കപ്പെടുമ്പോൾ, ഒരു ക്വിയർ ദമ്പതികൾ സ്നേഹത്തോടെ കൈകോർത്ത് നടക്കുമ്പോൾ ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരു ലോകം സങ്കല്പിക്കാം. ലിംഗം, ഐഡൻറ്റിറ്റി, വിശ്വാസം എന്നിവ തടസ്സമില്ലാത്ത ഒരു ലോകം. അവിടെ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ, ബഹുമാനം, സ്വാതന്ത്ര്യം. ആ ലോകം സൃഷ്ടിക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം. ഈ കഥ നിൻ്റെയും എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. അതിൻ്റെ അവസാനം എഴുതേണ്ടത് നമ്മളാണ്. നീതിയുടെ, സമത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മഷിയാൽ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.